ഫ്രണ്ട്സ്, അങ്ങനെ ഞങ്ങൾ ഗ്ലോബൽ വില്ലേജിലേക്കൊരു യാത്ര തിരിച്ചിരിക്കുകയാണ്. ഈവനിങ് ടൈമിലാണ് ഞങ്ങളവിടെ എത്തിയിരിക്കുന്നത്. നല്ല തണുപ്പൊക്കെ ആയിട്ടുണ്ട്. ഞങ്ങളൊരു വീക്കെൻഡിലാണ് ഇവിടേക്ക് വന്നിട്ടുള്ളത്. അങ്ങനെ ഞങ്ങൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാൻ വേണ്ടി പോയി. അപ്പോൾ നമ്മുടെ ഗ്ലോബൽ വില്ലേജിൻ്റെ അവിടെ നിന്നും കുറച്ച് ദൂരെയാണ് നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യുന്നത്. ഓപ്പൺ ചെയ്തിട്ട് 2 മാസം ആയെങ്കിലും ഞങ്ങൾ ഇപ്പോഴാണ് പോകുന്നത്. ഞങ്ങൾ 2 ഫാമിലി ചേർന്നാണ് പോയിരിക്കുന്നത്. വണ്ടിയിൽ നിന്ന് എടുക്കാനുള്ള സാധനങ്ങളും ബാഗുകളും എല്ലാം ഞങ്ങൾ എടുത്തതിന് ശേഷം ഞങ്ങൾ നേരെ ഗ്ലോബൽ വില്ലേജിലേക്ക് നടന്ന് കുറച്ച് ദൂരം പോകാനുണ്ട്. അവിടേക്ക് നടന്ന് പോവുകയാണ്. വീക്കെൻഡ് ആയതുകൊണ്ട് നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു. ആദ്യം ഞങ്ങൾ ടിക്കറ്റ് എടുക്കാനാണ് പോയത്. ടിക്കറ്റിൻ്റെ അവിടെ നല്ല ക്യൂ ഒക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ വെയിറ്റ് ചെയ്ത് ടിക്കറ്റൊക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ ഉള്ളിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പോൾ നല്ല അടിപൊളി കാഴ്ചകളാണ് കാണാനുണ്ടായിരുന്നത്. നൈറ്റ് ആയതുകൊണ്ട് നല്ല ലൈറ്റൊക്കെ ഇട്ടത് കൊണ്ടും നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനൊക്കെ. കുട്ടികളൊക്കെ ഭയങ്കര സന്തോഷത്തിലായിരുന്നു. നല്ല തിരക്കും ഉണ്ടായിരുന്നു. ഉള്ളിൽ കയറി ചെന്നപ്പോൾ വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള കാഴ്ചകളൊക്കെ ആയിരുന്നു കാണാനുണ്ടായിരുന്നത്. ആദ്യം ഞങ്ങൾ കണ്ടത് ലൈറ്റ് കൊണ്ട് ആർച്ച് ഉണ്ടാക്കി വെച്ചിരിക്കുന്നതായിരുന്നു. അത് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. അതിനുശേഷം ഞങ്ങൾ ഒരേ പവലിയൻ സന്ദർശിക്കാനായിട്ട് പോവുകയുണ്ടായി. ആദ്യം തന്നെ ഞങ്ങൾ പോയത് കുവൈറ്റിൻ്റെ പവലിയനിലേക്കാണ്. രാജ്യത്തിൻ്റെ പവലിയനിലും അതാത് രാജ്യത്തെ കൾച്ചറുകളും ട്രഡീഷണൽ വസ്തുക്കളും ഒക്കെയാണ് കാണാനുണ്ടായിരുന്നത്. ഇവിടെ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ടർക്കിഷ് ഐസ്ക്രീമിൻ്റെ ഒരു പ്ലേ ചെയ്യുന്നതൊക്കെയാണ് കാണുന്നത്. കുട്ടികളെ ഇങ്ങനെ പ്ലേ ചെയ്യിക്കുന്നത് നല്ല രസമുണ്ടായിരുന്നു അതൊക്കെ കാണാനായിട്ട്. അതിനുശേഷം ഞങ്ങൾ നേരെ പോയത് അടുത്ത പവലിയനായ യമനിലേക്കാണ്. യമൻ
ഇത് കണ്ടോ, നമ്മുടെ അടക്കം ചെയ്തേക്കുന്ന രീതിയിൽ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതൊക്കെ കാണാനായിട്ടൊക്കെ നല്ല ഒരു രസമുണ്ടായിരുന്ന കാഴ്ചയാണ്. അപ്പോൾ ഉണ്ടായിരുന്നു. അത് നമുക്ക് നല്ല ഒരു പ്രത്യേകതയുള്ളതായിട്ട് തോന്നി. എല്ലാ പവലിയനിലും അങ്ങനെ ഫുഡൊന്നും ഉള്ളതുണ്ടായിരുന്നില്ല. പിന്നെ അവിടെ കണ്ട അതിമനോഹരമായൊരു കാഴ്ച മെഹന്തി ഇട്ട് കൊടുക്കുന്നതാണ്. അത് നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. അപ്പോൾ ഓരോരുത്തരൊക്കെ ഇങ്ങനെ മെഹന്തിയൊക്കെ ഇടിയിക്കുന്നുണ്ടായിരുന്നു അവിടെ ഇരുന്ന്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ അടുത്ത സ്ഥലത്തേക്ക് പോയി. ആ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം അവിടെ നിന്ന് ഇറങ്ങി അടുത്ത പവലിയനിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. അടുത്ത ഞങ്ങൾ സൗദിയുടെ പവലിയനിലാണ് കയറിയിരിക്കുന്നത്. അവിടെയും ഈ പറഞ്ഞ പോലെ ഒരുപാട് കാണാനൊക്കെ ഉണ്ടായിരുന്നു. കൂടുതലും അബയുടെ കളക്ഷൻസൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ നല്ല അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു. ഷോപ്പുകളിലൊക്കെ ആണെങ്കിൽ പോലും നല്ല തിരക്കും ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇവിടെയും നല്ലൊരു ഫുഡൊക്കെ കഴിക്കാൻ പറ്റിയ സ്ഥലവും അതേപോലെ തന്നെ സോങ്ങൊക്കെ ഇറങ്ങിയതിന് ശേഷം നമ്മളുടെ സ്വന്തം ഇന്ത്യയിലേക്കാണ് നമ്മൾ കയറിയിരിക്കുന്നത്. അപ്പോൾ ഇതും ഒരു വലിയ പവലിയനാണ്. അപ്പോൾ നമുക്ക് എന്തൊക്കെയുണ്ടെന്ന് നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് ഒരുപാട് ഡ്രസ്സുകളുടെ കളക്ഷൻസും ഡ്രസ്സുകളുടെ ഷോപ്പുകളും ഒക്കെ കാണാനുണ്ടായിരുന്നു. അതിനുശേഷം ഞങ്ങൾ നേരെ ചെന്നത് അവിടെ ഒരാൾ പോർട്രേറ്റ് പിക്ചറുകളൊക്കെ വരയ്ക്കുന്ന ഒരു ലൈവായിട്ടിരുന്ന് വരയ്ക്കുകയാണ്. അപ്പോൾ ഇത് അദ്ദേഹം വരച്ചു വെച്ചിട്ടുള്ള പിക്ചറുകളൊക്കെയാണ്. അപ്പോൾ അതൊന്ന് നമുക്കൊന്ന് കാണാം. അപ്പോൾ വളരെ ഭംഗിയുണ്ടായിരുന്നു. പെട്ടെന്നാണ് ആളത് ഇരുന്ന് വരയ്ക്കുന്നത്. ഓരോരുത്തർ ആവശ്യപ്പെടുന്നതൊക്കെ അനുസരിച്ച് അദ്ദേഹം ഇത് കണ്ടില്ലേ, ഇതേപോലെ വരച്ചു കൊടുക്കുകയാണ്. ഒരു പ്രത്യേക കഴിവായിരുന്നു അത് കാണാനും. അത് നല്ല ഭംഗിയുണ്ടായിരുന്നത്. വരയ്ക്കുന്നതൊക്കെ നമ്മൾ നോക്കി നിന്ന് പോകും. ഇന്ത്യയുടെ പവലിയനിൽ ഒരുപാട് ഷോപ്പുകളുണ്ടായിരുന്നു കേട്ടോ. വളരെ ഒരു വലിയ പവലിയനായിരുന്നു ഇത്. ഒരുപാട് കളക്ഷൻസൊക്കെ ഉണ്ടായിരുന്നു. ഒരുപാട് സാധനങ്ങൾ കാണാനും ഒക്കെ ഉണ്ടായിരുന്നു. ഉള്ളിലേക്ക് കയറിയപ്പോൾ തന്നെ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു, എന്തൊക്കെ ഉണ്ടായിരിക്കും ഇന്ത്യയുടെ ഉള്ളിൽ കാണാനെന്നുള്ളത്. അപ്പോൾ ഒട്ടും നിരാശപ്പെടേണ്ടി വന്നില്ല. ഒരുപാട് ടൈം ഞങ്ങൾ ഇതിനുള്ളിൽ സ്പെൻഡ് ചെയ്തു. പിന്നെ ഞങ്ങളവിടെ ഫുഡൊക്കെ കിട്ടുന്നൊരു സ്ഥലത്ത് സമൂസയും വടപ്പാവ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. കുറേ ഐറ്റംസ് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ ഫുഡായിട്ടുള്ള അതെല്ലാം തന്നെ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ എന്തൊക്കെയോ വാങ്ങാമെന്ന് വിചാരിച്ച്, ഞങ്ങൾക്ക് പേരൊന്നും അറിയില്ല, എന്നാലും നല്ലൊരു ഫുഡ്.
ഫാൻസി ആയിട്ടുള്ളതും ഒക്കെ ആയിട്ട് കുറേ നല്ല കളക്ഷൻസൊക്കെ കണ്ടു. വളരെ ഭംഗിയുണ്ടായിരുന്നു ഇതൊക്കെ കാണാനായിട്ട്. അപ്പോൾ ചീപ്പ് റേറ്റിനൊക്കെ കിട്ടുന്ന കമ്മലുകളും വളകളും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതിനുള്ളിൽ ഒരു സ്റ്റേജ് ഉണ്ടായിരുന്നു. അവിടെ ഉടനെ തന്നെ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ടായിരുന്നു, കുട്ടികളുടെ ഡാൻസ് ആയിരുന്നു. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് കുറേ നേരം ഞങ്ങളവിടെ വെയിറ്റ് ചെയ്തു. ഒരു 10 മിനിറ്റിനുള്ളിൽ അവിടെ കുട്ടികളുടെ നല്ലൊരു അടിപൊളി ഡാൻസൊക്കെ തുടങ്ങി.